ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് എന്താണെന്നറിയോ? ദൂയും ഐഷും കൂടിയിട്ട് കുറച്ച് അടുത്ത വീട്ടിലെ മാവിൻ്റെ ചോട്ടിൽ നിന്ന് മാങ്ങ പറക്കി കൊടുന്ന് തരും. പിന്നെ അതൊന്ന് അച്ചാറിട്ട് തരുമോ ഒരുപാടുണ്ടാവും. അപ്പോൾ കുട്ടികൾ നമ്മൾക്കിതിങ്ങനെ മാങ്ങ ഇങ്ങനെ കളയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു, അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി നുറുക്കി അരിഞ്ഞുണ്ടാക്കിയിട്ട് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ കായം, ഉലുവ അതൊക്കെ ചേർത്ത് നന്നായിട്ട് അച്ചാറിട്ട് കൊടുത്തു. അപ്പോൾ അത് അവർക്ക് നല്ല ഇഷ്ടമായി. അവർ വീണ്ടും വീണ്ടും കൊടുന്നു തരും. എപ്പോഴും വീണ്ടും വീണ്ടും കൊടുന്നു തന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ കുറേ കാര്യങ്ങൾ ചെയ്യണം പറഞ്ഞിട്ടാണ് അവർ കൊടുന്നു തന്നെടുക്കുന്നത്. അപ്പോൾ അത് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങളാരും പാഴായി പോണ കണ്ണിമാങ്ങ ഒന്നും കളയണ്ട. വലുതായിട്ടും ചെറുതായിട്ടൊക്കെ വീണ് പോകും. അപ്പോൾ അതൊന്നും കളയല്ലേ. അതൊക്കെ എടുത്തിട്ട് നമുക്ക് നല്ല അച്ചാറുകളും നല്ല ഉപ്പിലിട്ട മാങ്ങ, കടുമാങ്ങ എല്ലാതും ഉണ്ടാക്കാം. ഒരു കുഴപ്പമില്ല. വീണതായാലും വാടിയതായാലും ഒന്നും ഒരു പ്രശ്നമില്ല. നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ചോറിൽക്കും കഞ്ഞിയിൽക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതാണ്. ഒന്നും പാഴാക്കി കളയണ്ട. എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച എല്ലാ ഞങ്ങളെ സബ്സ്ക്രൈബർമാർക്കും ഞങ്ങളുടെ വ്യൂവേഴ്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. കമൻറ്റ് ചെയ്യണം. ഇനി ഞങ്ങളെ മുന്നോട്ട് എത്തിക്കണം. എല്ലാ സബ്സ്ക്രൈബർമാർക്കും ഞങ്ങളുടെ വളരെ വളരെ നന്ദി. അപ്പോൾ ഞങ്ങളെ പ്രേക്ഷകരെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ആരും മറക്കരുത്. പാഴായി പോകുന്ന എന്ത് സാധനം ഉണ്ടെങ്കിലും മറക്കാതെ അതൊന്നും പാഴാക്കി കളയാതെ അച്ചാറായിട്ടും സ്ക്വാഷായിട്ടും ജ്യൂസായിട്ടൊക്കെ ഉപയോഗിക്കുക.